എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ആ ഡിം ലൈറ്റ് കാണാൻ പറ്റും. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ലൈറ്റ് ഉണ്ടാവണം, ഒരു ചെറിയ ലൈറ്റ് ഉണ്ടാവണം. ഫുൾ എന്നാ ചില എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിക്കുമ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാറാകുമ്പോൾ ഫുൾ ലൈറ്റ് ഓഫ് ചെയ്യും, ഫുൾ ഇരുട്ടായിരിക്കും. അപ്പോൾ ഇരുട്ടിൽ അങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല, അവിടെയുള്ള കുട്ടികൾക്ക് പ്രശ്നമില്ല, പക്ഷെ നമുക്ക് പ്രശ്നമാണ്. പിന്നെ അതൊക്കെ ശീലങ്ങളാണ്. നമ്മുടെ പാരൻസ് എങ്ങനെ ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുന്നത്. അത് നല്ലതാവാം. പിന്നെ ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നത്. എനിക്ക് ലൈറ്റ് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ലൈറ്റ് വേണം, ഒരു ചെറിയ ലൈറ്റ് എങ്കിലും വേണം, ഇല്ലെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഫാന്റസി കഥകളിലെ യക്ഷികളും ഇല്ലാത്ത ഇമാജിനറി വേൾഡിൽ നമ്മളെ മാസ്റ്റേഴ്സ് തെളിയിപ്പിക്കുമല്ലോ, ഇല്ലാത്ത കഥകൾ ആ സമയത്തൊക്കെ കഥ എഴുതണം. അതെ, സത്യം. ഹൊറർ സിനിമ ശരിക്കും സൃഷ്ടിക്കാൻ പറ്റും. ഹൊറർ സിനിമ നമ്മൾ തന്നെ സൃഷ്ടിച്ച് നമ്മൾ തന്നെ പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഒറ്റമന്ദരം കഴിഞ്ഞ് ഇനിയിപ്പോ ഭാമ അടുത്ത സിനിമയുടെ യാത്രയിലാണ്. എവിടെയാണ് അടുത്തത്? പിന്നെ അക്കു അക്ബറിന്റെ പടമാണ്, ആൻഡ്രൂ ജോസഫ് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനുള്ള പടമാണ്. ജയസൂര്യാണ് ചെയ്യണേ. മത്തായി കുഴപ്പക്കാരനല്ല. ഹീറോയിന്റെ പേരെന്താണ്? ആയിട്ടില്ല, ഇപ്പം ആകുന്നതേ ഉള്ളൂ. അതൊക്കെ പ്ലാനിങ്ങിലായിരിക്കുന്നതേ ഉള്ളൂ. ടൈറ്റിൽ ഇതാണ്, ഒരു മത്തായി കുഴപ്പക്കാരൻ പ്ലസ് ഹ്യൂമർ അങ്ങനെയൊക്കെ. ഫസ്റ്റ് ഡേ റിലീസിന് എപ്പോഴെങ്കിലും സ്വന്തം സിനിമ കാണാൻ ഭാമ പോയിട്ടുണ്ട്? ഞാൻ ആദ്യത്തെ സിനിമ മാത്രമേ പോയിട്ടുള്ളൂ, നിവേദ്യം. 2007 തിരുവോണത്തിനായിരുന്നു റിലീസ്. അതുകൊണ്ട് ഓണം ഡേ എനിക്ക് മറക്കാൻ പറ്റില്ല, ആ ഒരു ഓർമ്മയുണ്ട്. ആ ഒരു ഡേ ഞാനിങ്ങനെ ഫസ്റ്റ് ഡേ പോയിട്ടുണ്ട്. പിന്നെ ഉള്ളതൊക്കെ എനിക്ക് എന്താ പറയുക, ആദ്യത്തെ ദിവസം പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ സിനിമ അറിയാൻ തുടങ്ങിയപ്പോൾ, മറ്റേത് സിനിമ അറിയില്ലായിരുന്നു, ഒരു കൗതുകം മാത്രമാണ്. സ്ക്രീനിൽ വരുന്ന കാണണം, ഈ ഒരു കൗതുകം മാത്രമായിരുന്നു. പിന്നെ പതുക്കെ കൗതുകം അങ്ങ് പോയിട്ട് പ്ലസ് അതിൻ്റെ കുറേ കാര്യങ്ങളും കൂടെ വരാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് നമ്മളെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെയാണ് നിവേദ്യം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരുന്നു ആ സമയത്ത്. ശരിക്കും തിയേറ്ററിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തോ, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചോ? പക്ഷെ അതാണല്ലേ ലോഹി സാറിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്, ആർട്ടിസ്റ്റ് അറിയാതെ അഭിനയിക്കും. തീർച്ചയായിട്ടും അത് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് എന്തായിരുന്നു എൻ്റെ മെൻറ്റാലിറ്റി, എങ്ങനെയായിരുന്നു, എനിക്ക് എല്ലാം മൊത്തത്തിൽ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് കംപ്ലീറ്റ് വാനിഷ്ഡ് ആയിപ്പോയൊരു ഫീല്. ഫുള്ള് എനിക്ക് വേറെ ഏതോ ലോകത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന പോലെ അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അതിനകത്ത് ഡയലോഗ്സ് വരെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം സാറിൻ്റെ ഒരു രീതി വെച്ചിട്ടൊരു ഒരു ഷീറ്റ് ഡയലോഗ് ഉണ്ടെങ്കിൽ നമ്മളത് കുറേ നേരം അങ്ങ് നിർത്തി പഠിപ്പിക്കാനൊന്നും മെനക്കെടില്ല. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ 1 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കൂടി എങ്ങനെയോ അത് അന്ന് മനസ്സിൽ പിന്നെ ഭയങ്കരമായിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ഷോർട്ടിന് പോവും. എനിക്ക് ആ ഒരു പ്രോസസ്സ് ഇപ്പോഴും എനിക്ക് എങ്ങനെ ചെയ്തു എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയേയില്ല. കംപ്ലീറ്റ്ലി അറിയാതെ ചെയ്തു എന്നുള്ളതാണ് ഒരു ഡയറക്ടർ ശരിക്കും. ഞാൻ പിന്നീട് എത്രയോ പ്രാവശ്യം ഓർത്തെടുക്കാൻ നോക്കിയിട്ടുണ്ടോ, ഈ സീൻ ചെയ്തപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, ഇതെങ്ങനെ ഇത്രയും ഡയലോഗ് എങ്ങനെ ഒറ്റ ഷോട്ടിൽ പറഞ്ഞു. അതിൽ തന്നെ കാണുമ്പോൾ അറിയാം, അതിനുള്ളിൽ അമ്പലത്തിനുള്ളിലെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കട്ടുകളില്ല, ഒറ്റ ഷോട്ടിൽ തന്നെ ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നു. ആ സമയത്ത് ആദ്യത്തെ സിനിമയാണ്, കുറേ ഡയലോഗ്സ് ഒരുമിച്ച് പറയണം, പ്ലസ് പോയിന്റ് നോക്കണം, ഓരോ സ്ഥലങ്ങൾ ക്യാമറ ഇന്ന ലൈറ്റ് ക്യാച്ച് ചെയ്യണം, പിന്നെ ഇന്ന സമയമാകുമ്പോൾ ഇന്ന ഡയലോഗിൻ്റെ അവിടെ വരുമ്പോൾ ഇന്ന സ്ഥലത്തായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, പ്ലസ് നമ്മുടെ മാനറിസം ഒക്കെ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ശരിക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ചിത്രാഞ്ജലിയിലെ അമ്പലം, അതെ അവിടെ വന്നപ്പോൾ ഭാമ ഈവൻ ഇൻ ബിറ്റ്വീനുള്ള സമയത്തും വളരെ നാച്ചുറലായിരുന്നു. ആ ഒരു അന്നത്തെ ആ ഒരു ഇത് എനിക്ക് ഏതോ ഒരു സമയത്തെ എന്താ പറയുക, നമ്മൾ ഈ കഥകളിലൊക്കെ വായിച്ച് കേട്ടൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കത്. ഞാൻ അനുഭവിച്ചു തന്നെയാണ്. അത് അനുഭവിച്ചോ? മീൻസ് നമ്മളത് വർക്ക് ചെയ്തിരുന്നോ, എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഫാന്റസി വേൾഡ് പോലെയാണ്. ഏതൊക്കെ സിനിമ എത്രത്തോളം സിനിമ കാണുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനായാലും ഏതൊരു വ്യക്തിക്കും എഡ്യൂക്കേഷനാണ്. ഓരോ സിനിമകളും ഓരോ തരത്തിലാണ്, ഓരോ സിനിമയുടെ മെസ്സേജ് ഡിഫറെൻ്റ് ആണ്, ഓരോ സിനിമയുടെ മേക്കിംഗ് ഡിഫറെൻ്റ് ആണ്. ഏതൊക്കെ സിനിമ കാണുമ്പോൾ എനിക്കിതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭാമയെ അമ്പരിപ്പിച്ച സിനിമകൾ എന്ന് പറയുന്നത് ഒരുപാട്. ഇപ്പം മലയാളത്തിലാണെങ്കിലും അതർ ലാംഗ്വേജ് സിനിമകളാണെങ്കിലും ഒക്കെ നമ്മൾ ഒത്തിരി പിന്നെ
ഇങ്ങനെ ഒരു ഇത്തിരി ഇങ്ങനെ ഡ്രീം ചെയ്യാറുണ്ടോ ഇങ്ങനെ ഒരു സിനിമ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ? അതൊക്കെ എപ്പോഴോ ഒരു ആർട്ടിസ്റ്റായി രൂപാന്തരപ്പെട്ട് തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ വരുന്ന കുറേ കാര്യങ്ങൾ. അങ്ങനത്തെ 3 സിനിമകൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മലയാളത്തിലാണെങ്കിൽ എനിക്ക് മഞ്ജു ചേച്ചിയുടെ പല സിനിമകളും ഫീൽ ചെയ്തിട്ടുണ്ട്. ആറാം തമ്പുരാനിലെ പോലെ, അല്ലെങ്കിൽ കന്മദം എന്ന് പറയുന്ന ഫിലിമിലെ ക്യാരക്ടറൊക്കെ അയ്യോ, അതൊക്കെ കുറേ ഇങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ ഉർവശി ചേച്ചിയുടെ കുറേ സിനിമകൾ കാണുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ്, അത് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയുമ്പം, പിന്നെ കിലുക്കത്തിലെ രേവതി ചേച്ചി, പിന്നെ മണിച്ചിത്രത്താഴി ശോഭന. ഇപ്പം ഈയിടെ ഞാൻ കങ്കണ റണൌത്ത് എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ, ഞാൻ അവരുടെ ഫാഷൻ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പല സിനിമകളിൽ. ഫാഷനിലെ ക്യാരക്ടറും പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ക്വീൻ ഫിലിം, രണ്ടും രണ്ട് രീതിയിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെ, ഭയങ്കര വ്യത്യാസമായിരുന്നു. രണ്ടും രണ്ട് തരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ആറ്റിറ്റ്യൂഡും, ഒന്നിൽ ഭയങ്കര ഇന്നസെൻസ് കൊടുത്തിട്ട് അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റി ഉണ്ടല്ലോ ഒരു ആക്ട്രസിൻ്റെ. അപ്പം അത് അങ്ങനെയുള്ള കുറേ പിന്നെ കഥാപാത്രങ്ങളും വരണം, എങ്കിൽ മാത്രമേ നമുക്കതൊന്ന് ഒന്ന് വർക്കൗട്ട് ചെയ്ത് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടണം, അല്ലേ? അതാണ് ഒരു വിമൻ ഓറിയന്റഡ് ആയിട്ട്. പക്ഷെ അങ്ങനെ സിനിമകൾ, അങ്ങനെ ഒരു കഥകളുടെ ഒരു കുറവുണ്ട് ഇപ്പോൾ, അല്ലേ? അങ്ങനെ ഉണ്ട്, വരാറുണ്ട്. പക്ഷെ വളരെ റെയറായിട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നോ, അല്ലെങ്കിൽ ചിലപ്പം ഈ പറയും പോലെ തന്നെ കച്ചവട സിനിമകൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. എല്ലാം ഒരു ബിസിനസ് പോലെ കരുതുന്ന ആളുകളുണ്ടാവാം, അതാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ഹീറോയിൻസിന് അങ്ങനെ പ്രോമിനൻസ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹീറോസ് വില്ലിങ് ആയെന്ന് വരില്ല, നല്ല ഹീറോസ് വില്ലിങ് ആയെന്ന് വരില്ല, ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ മൊത്തത്തിൽ അതൊക്കെ ബിസിനസ്സായിട്ട് കാണുമ്പോഴാണ് പക്ക കാണണം. പക്ഷെ മുഴുവനായിട്ടും ഇങ്ങനെ ബിസിനസ് പരമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത സിനിമകൾ വളരെ റെയറാണ് വരുന്നത്. വല്ലപ്പോഴുമാണ് നമുക്കൊന്നിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുക. ഇനി നമ്മൾ പാടാതെ പോയാൽ പറ്റില്ലല്ലോ, അല്ലേ? നമുക്കൊരു പാട്ട് പാടാം. ഒന്നാം കൊമ്പത്തെ പൂമരക്കൊമ്പത്തെ പൂവാലിൻ പൈങ്കിളിയോ മലയാളി ഓമനായി കൺ തുറന്നമ്മയെ നോക്കുമ്പോൾ നാൽപ്പാമരത്തിൻ്റെ കാറ്റും വീണ് നിന്റെ കാലിലെ പാദസരങ്ങൾ കിലുക്കാതെ മിന്നാമിനൊന്നും അണഞ്ഞിടേണം. ഒറ്റമന്ദാരത്തിനെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എങ്ങനെ പറയും ഭാമ? ഒറ്റമന്ദാരം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു 2-3 വ്യക്തികളുടെ ഒരു സിനിമയാണ്. ഒരു വീട്ടിലിരുന്നാലും, ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചാലും അവരുടേതായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ ലോകമാണ്. ആ ലോകത്തിൽ അവർ ഒറ്റപ്പെട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ള ഒരു പിക്ചർ ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നുണ്ട്. പ്ലസ് ഇത് നറേറ്റ് ചെയ്യുന്നത് കല എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രത്തിൻ്റെ യാത്രയിലൂടെയാണ്. ഇതേപോലെ തന്നെ യങ് ഏജിൽ 14 വയസ്സിൽ ഒരു അമ്മയാകേണ്ടി വരികയും കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരികയും അതോടൊപ്പം ഭർത്താവെന്നോ ചേട്ടനാണെന്നോ പോലും അവൾക്ക് അപ്പോഴും വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാരാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണോ അതോ എൻ്റെ ചേട്ടനാണോ, എന്നെ ലാളിച്ച എന്നെ പാമ്പർ ചെയ്ത എൻ്റെ ചേട്ടനാണോ അതോ ഭർത്താവാണോ, എന്താണ് റോൾ, അല്ലെങ്കിൽ അവളുടെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരു മാനസിക തലത്തിലൂടെയുള്ളൊരു യാത്രയാണ്. നമ്മൾ ഒറ്റമന്ദാരത്തിലെ കലയെ കണ്ടു. ഒരു വെള്ള ഷർട്ടും ഒരു യൂണിഫോം ഇട്ട് കണ്ടു, അല്ലാതെ പാവാടയിട്ട് കട്ടിക്കണ്ണടയൊക്കെ വെച്ച്. ഭാമ ഫിസിക്കലി ഇങ്ങനൊരു മാറ്റത്തിന് വേണ്ടി ഡയറ്റ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് വേണമെന്ന് വെച്ചാൽ വണ്ണം വെക്കാൻ പറ്റും. ഞാനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറപ്പിക്കാനാണ്. ഹലോ, എന്താ ഒന്ന് പറഞ്ഞു തരുമോ വഴി?
അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 ദിവസം ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ നമ്മൾ മിററിൽ നോക്കുമ്പോൾ അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് ഒട്ടിയല്ലോ, കുറച്ചുകൂടി ഒന്ന് ആവണം എന്ന് തോന്നി വീണ്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനും എൻ്റെ ഫുഡിൻ്റെ രീതി കുറച്ചുകൂടി ഞാൻ അതിനനുസരിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കൊരു അടുത്ത ഒരു 5 ദിവസത്തിനുള്ളിൽ ആ വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതിന് എൻ്റെ അടുത്ത് ആദ്യം വിനോദേട്ടൻ പറഞ്ഞത് മാക്സിമം എത്രത്തോളം നിനക്ക് മെലിയാൻ പറ്റുക എന്നുണ്ടെങ്കിൽ മെലിയുന്നത് നല്ലതായിരിക്കും. അത് ആ ക്യാരക്ടറിന് കുറെ കൂടെ ഗുണം ഉണ്ടായിരുന്നു. എത്രത്തോളം ജിമ്മിലൊക്കെ പോകും ഭാമ? എക്സസൈസ് ചെയ്യാറുണ്ടോ അതോ ഡയറ്റിംഗ് ആണോ കൂടുതൽ? ജിമ്മിൽ ആദ്യത്തെ സമയമൊക്കെ മാത്രമേ ഞാൻ പോകായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. യോഗ നോക്കുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ടും അതും ഇല്ല. യോഗ ചെയ്യാറുണ്ട്. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് യോഗ മാത്രം ചെയ്യും. ജിമ്മോ കാര്യങ്ങൾ ഒന്നുമില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം വളരെ ഒരു ഹാപ്പി ജേർണി എന്ന് പറയാം. സത്യം, സീരിയസ്ലി ഭയങ്കര ഒരു ആ മെമ്മറീസ് ഒക്കെ, ആദ്യത്തെ ആ ഒരു മെമ്മറീസ് ഒക്കെ വരുന്നു. ശരിക്കും അല്ലേ, കുറേ കാലമായി നമ്മൾ കണ്ട് കുറേ ആയി കണ്ടിട്ട്. എന്തായാലും ഭയങ്കര ഹാപ്പി. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.